നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായി നാവികസേനയുടെ തിരച്ചിൽ തുടരുന്നതിനിടെ പഴവങ്ങാടി തകരപ്പറമ്പിലെ കനാലിൽ മൃതദേഹം പൊങ്ങി. റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെയാണ്. ജോയിക്കുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴാണ് ശ്രീചിത്ര ഹോമിനടുത്ത കനാലിൽ മൃതദേഹം പൊങ്ങിയത്. ശനിയാഴ്ച ഉച്ചയോടെ 11 മണിക്കാണ് ജോയിയെ മാലിന്യം നീക്കം ചെയ്തതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് 48 മണിക്കൂറിനു ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ജോയിയുടെ മൃതദേഹം തുടർ നടപടികൾക്കായി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. 3-ാം ദിവസമായി ഇന്ന് നേവി സോണർ ഉപയോഗിച്ച സ്ഥലത്ത് പരിശോധന നടത്താൻ തുടങ്ങുകയായിരുന്നു. നാവികസേനാംഗങ്ങളെ സഹായിക്കാൻ NDRF സ്കൂബ സംഘങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെയാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയത്. ഞായറാഴ്ച രാവിലെയോടെ 5 ലോഡ് മാലിന്യം തോട്ടിൽ നിന്ന് നീക്കിയിരുന്നു. ചാക്കിൽ നിറച്ച മാലിന്യങ്ങൾ തോട്ടിലുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായി മാറിയിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ 2 മാൻഹോളുകളും തുറന്ന് പരിശോധിച്ചുവെങ്കിലും അടിഞ്ഞുകൂടിയ മാലിന്യം കാരണം രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് സ്കൂബ ടീമുകൾ പിന്നീട് പിന്മാറി. ഇത്രയും മാലിന്യങ്ങൾ നീക്കിയിട്ടും തോട് വൃത്തിയാക്കി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ല. വൻമതിൽ മാലിന്യം തോട്ടിലുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇത് മാറ്റുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തോട്ടിൽ അടിഞ്ഞുകൂടിയത് നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. തോട്ടിലെ തുരങ്കത്തിലൂടെ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കഴിഞ്ഞില്ല. ഇതെല്ലാം ഏറെ വെല്ലുവിളിയായി മാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അഡീഷണൽ റെയിൽവേ ഡിവിഷൻ മാനേജർ MR വിജി, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, അഗ്നിരക്ഷാ സേനാ മേധാവി K പത്മകുമാർ, RPF, NDRF, ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. കൂടുതൽ സ്കൂബ ഡൈവിംഗ് അംഗങ്ങളെ സംഭവസ്ഥലത്ത് എത്തിക്കുമെന്നും പത്തനംതിട്ട, കൊല്ലം എന്നീ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഫയർഫോഴ്സ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും തദ്ദേശ വകുപ്പും ആരോഗ്യ മേഖലയും പ്രവർത്തനങ്ങൾക്കായി സജ്ജമാണെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇതിനായി മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിലുള്ള പ്രത്യേക സംഘവും എത്തിയിരുന്നു. ഇതിനിടെയാണ് തോട്ടിൽ നിന്ന് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പഴവങ്ങാടി തകരപ്പറമ്പിന് പുറകിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം പാറ പോലെ ഉറച്ചുപോലെയായിരുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ മാലിന്യങ്ങളെ അവസ്ഥ. കനത്ത മഴയിലെ കുത്തൊഴുക്കിൽ ഇതിനിടയിലേക്ക് ജോയ് ഊർന്നു പോവുകയായിരുന്നു. രാത്രി 7ഓടെ 2-ാം ദിവസത്തെ ദൗത്യം നിർത്തിവെക്കുകയും ചെയ്തു. ജോയ് ഒഴുകിപ്പോയ ദിശയിൽ നിന്നും മറുവശമായ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തു നിന്നും തോടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. തുടർന്ന് ജാൻഡോബോട്ട് കമ്പനിയുടെ ഡ്രാക്കോ എന്ന റോബോട്ടിനെ ഇറക്കുകയും ചെയ്തു. ക്യാമറ ഘടിപ്പിച്ച റോബോട്ട് 15 മീറ്ററോളം ഉള്ളിലേക്ക് കടന്നിരുന്നു. ഉച്ചയോടെ ക്യാമറയിൽ വലിയൊരു ചിത്രം പതിയുകയും ചെയ്തു. സ്കൂബ സംഘം പണിപ്പെട്ട് സമീപ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അത് മാലിന്യം നിറഞ്ഞ ചാക്ക് കെട്ടായിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. 3-ാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലും സ്കൂബ സംഘം ഇറങ്ങി 2 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയിരുന്നു. കൂടുതൽ ഉള്ളിലേക്ക് റോബോട്ടിക് കടക്കാൻ സാധിക്കാതെ വന്നതോടെ ആ പരിശോധന അവസാനിപ്പിച്ചു. പിന്നാലെ ജോയി വീണ സ്ഥലത്തു നിന്ന് 40 മീറ്ററും ടണലിന്റെ മറുവശത്ത് നിന്ന് 30 മീറ്റർ മുകളിലേക്ക് മാലിന്യത്തിന്റെ ഇടയിലൂടെ സ്കൂബ സംഘം നുഴഞ്ഞു കയറി. ഉറച്ചുപോയ മാലിന്യം കാരണം പിന്നീട് മുന്നേറാനായില്ല. തുടർന്ന് ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിൽ മർദ്ദം നൽകി മാലിന്യം പുറന്തള്ളാമെന്ന് റീജിയണൽ ഫയർഫോഴ്സ് ഓഫീസർ അബ്ദുൾ റഷീദും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും തീരുമാനമെടുക്കുകയായിരുന്നു. വൈകുന്നേരം 4ഓടെ 4-ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ യാർഡിലെ 2 മാൻഹോളിൽ ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളത്തിന് മർദ്ദം നൽകി. പക്ഷേ കൂടുതൽ മാലിന്യം പുറത്തേക്ക് വരാതിരുന്നത് ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു. തുടർന്നായിരുന്നു ഇന്ന് മൃതദേഹം ടണലിന് പുറത്തെ കനാലിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.